നെടുമങ്ങാട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ തട്ടിപ്പിനിരയായവർ രംഗത്ത്. തിരുവനന്തപുരം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CS വിദ്യാസാഗർ പ്രസിഡന്റായിട്ടുള്ള സഹകരണ സംഘത്തിലാണ് ഈ വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിനെതിരെ ബാങ്കിലെ FD നിക്ഷേപകരും MDS നിക്ഷേപകരുമാണ് പത്രസമ്മേളനം നടത്തിയത്. നമ്മുടെ വീട്ടിലുള്ള എത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും ആ പൈസ മിച്ചം പിടിച്ച് ചിട്ടി കൊണ്ട് അടയ്ക്കായിരുന്നു. ഞാൻ ചിട്ടി അടച്ച ബുക്കാണ് എന്റെ കയ്യിലുള്ളത്. 1000, 2000, 3000 വെച്ചാണ് ഞാൻ അടയ്ക്കണത്. ഒരു മാസം അടച്ചു വരുമ്പോൾ ഏകദേശം ഒരു 10000 ആകും. അപ്പൊ നേരെ ആ ചിട്ടിയിലേക്ക് ആ പൈസ എടുത്തിടും. അതേപോലെ തന്നെ അടുത്ത മാസം 1000, 2000 രൂപ വെച്ച് ആഴ്ചയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ 1000 രൂപ നമ്മുടെ കൈ കിട്ടുകയാണെങ്കിൽ നമ്മളത് മുറുക്കെ പിടിച്ചുകൊണ്ട് ചിട്ടി കൊണ്ടടയ്ക്കും. അങ്ങനെ ഒരു മാസം 10000 രൂപ വെച്ച് ഞാൻ 28 മാസം കറക്റ്റ് ആയിട്ട് ആ ചിട്ടിയിൽ അടച്ചു. അപ്പൊ പിന്നീട് പറഞ്ഞു 2 എണ്ണം കൂടെ ഉള്ളൂ, അതും കൂടെ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ചിട്ടി ക്ലോസ് ചെയ്യും, അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ പൈസ കിട്ടുന്നു. ഈ 2 എണ്ണം 30 വരെ അടച്ചു തീർന്നിട്ട് പൈസ ചെന്ന് ചോദിച്ചപ്പോ വിദ്യാസാഗർ എന്ന പ്രസിഡന്റ് പറഞ്ഞത് 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാം, വിഷമിക്കരുത്. കാരണം വീടൊക്കെ നമ്മൾ ലോണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ദുരിതത്തിലാണ്. എങ്കിൽ പോലും നമ്മൾ ചോദിച്ചു, ഈ സാറേ പൈസ ഞങ്ങൾക്ക് തരുമോ, 2 ആഴ്ച കഴിയുമ്പോൾ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ 3 വർഷമായി ഈ പൈസ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് അടച്ച ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം, എങ്കിൽ അത് മനസ്സിലാവുള്ളൂ. പലതവണ വീട്ടിൽ ചെന്ന് സാറോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ചിട്ടി പൈസ തരൂ സാറേ, ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതല്ല. ഒരു ചിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് എന്താ, നമുക്കൊരു ആപത്ത് ഘട്ടങ്ങളിൽ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും ഒരു ചിട്ടിയിലോ ഒരു കുടുംബശ്രീയിലൊക്കെ ഒരു 10 രൂപയെങ്കിലും 10 രൂപ നമ്മൾ അടയ്ക്കുന്നത്. ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഞാനൊരു ചിട്ടി ചേർന്നത്. പക്ഷെ ഇങ്ങനെ ആവും, നമ്മളെ പറ്റിക്കും, നമ്മുടെ പൈസ അത് പോകുമെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞങ്ങളുടെ വീടിന്റെ ലോണ്, ഇപ്പോ മക്കളുടെ പഠിത്തം, 3 പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക്, അവരുടെ കാര്യങ്ങള്, വീട്ടിലെ പ്രായമുള്ള അമ്മ അച്ഛൻ, അവരുടെ മരുന്നിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നീട്ടിവെച്ചും പലതവണ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയും പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് എന്റെ ചേട്ടൻ ജോലി ചെയ്ത് ആ പൈസ അവിടെ കൊണ്ടുവന്ന് അടച്ചത്. വിദ്യാസാഗറും അതുപോലെ തന്നെ സെക്രട്ടറിയും എല്ലാം ഞങ്ങൾക്കായി അവരുടെ കാൽക്കൽ വീണ് നോക്കി. പക്ഷെ 1 രൂപ പോലും ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഈ 3 ലക്ഷത്തിന്റെ ചിട്ടി തുക നമുക്ക് കമ്മീഷനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ അടച്ച പൈസ, ഞാൻ അവിടെ കൊണ്ട് ബാങ്കിൽ അടച്ച പൈസ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം. ഇതിനൊരു നീതി വേണം.